ചെടിക്കൂട്ടൻ രാവിലെ നല്ല ഉറക്കമാണ്. സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉറക്കം കാണുമ്പോൾ എനിക്ക് എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ വിടാൻ പോലും ചിലപ്പോൾ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു അമ്മയാണ് ഞാൻ കേട്ടോ. പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വരെ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പിള്ളേർ സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ ചെടിക്കൂട്ടിനെ കുത്തി എഴുന്നേൽപ്പിച്ചു. ജെഡുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കിടപ്പുണ്ട് കട്ടിലയിൽ. ജെഡു എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായി കേട്ടോ. പിന്നെ ജെഡുവിനെ കുളിക്കാൻ വിട്ടിട്ട് ജെഡുവിനുള്ള ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ജെടുക്കൂട്ടൻ കുളിച്ച് നല്ല ഫ്രഷായിട്ട് സ്കൂളിൽ പോയി. ജെഡുവിന് 1 മണിക്കൂർ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാനുണ്ട്. ജെടുക്കൂട്ടിനെ സ്കൂൾ ബസ്സെ കയറ്റി വിട്ടിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്ന് കുറേ നേരം ഇങ്ങനെ മൂഡ് ഓഫ് അടിച്ചിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ ഇല്ല 2-3 ദിവസത്തേന്. ജസ്റ്റ് ഔട്ട് ഓഫ് ദ കൺട്രിയാണ്. അതുകൊണ്ടൊരു ശൂന്യത. ഞാനും കുഞ്ഞും തന്നെയല്ലേ ഉള്ളൂ. പിന്നെ വിചാരിച്ചു അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ പണിയൊക്കെ തീർക്കണ്ടേ. മടി പിടിച്ചിരുന്ന അന്നത്തെ ദിവസം മൊത്തം മടിയാണ്. പിന്നെ കുറച്ച് മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കൂണും ഇലക്കറി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ പറമ്പിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പറമ്പിൽ കൂൺ കളിക്കത്തില്ലേ, അതും പറിച്ചുകൊണ്ട് വരുമായിരുന്നു. ചിലപ്പോൾ മമ്മി പറയും എൻ്റെ പൊന്നു കൊച്ചത് പാമ്പും കൂണാണ്. അത്രയ്ക്ക് കൂൺ പിരാന്താണ് എനിക്ക്. അപ്പോൾ മമ്മി എന്നോട് പറയും എൻ്റെ കൂൺ പിരാന്തുണ്ട്. മമ്മിയുടെ വല്യപ്പന് ഭയങ്കര കൂൺ പിരാന്തായിരുന്നു, അത് എനിക്ക് കിട്ടിയതാണ്. എന്തോ കൂൺ തോരൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഞാനിരുന്ന് കൂൺ തോരൻ വെച്ചു. ചിലർ കൂൺ കഴുകത്തില്ല, ഇങ്ങനെ തുടച്ചെടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന കൂണിലൊരു മണ്ണുണ്ട്, അതുകൊണ്ട് ഞാനത് നന്നായിട്ട് കഴുകിയെടുക്കും. ഇവിടെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ എന്താ പറയുക മഷ്റൂം, ഈ ടൈപ്പ് മഷ്റൂമാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെ വേറെ ടൈപ്പ് മഷ്റൂമൊക്കെ കിട്ടും. പക്ഷേ നാട്ടിലായിരുന്നു നമുക്ക് പല വെറൈറ്റി കൂൺസൊക്കെ കിട്ടില്ല. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കയ്യാലയിൽ കിളുക്കും, ഈ ഉണങ്ങിപ്പോയ തടിയിൽ കിളുക്കുന്ന കൂണുണ്ട്. അങ്ങനെ ഒത്തിരി എന്തോരം വെറൈറ്റി കൂണുകളായിരുന്നല്ലേ. പിന്നെ അങ്ങനെ കൂണൊക്കെ സെറ്റാക്കി. ജെഡുവിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. കൂൺ തോന്നുന്നുണ്ട് അവൻ ചോറുണ്ടോളും, വേറെ കറിയൊന്നും വേണ്ട. പൊട്ടറ്റോ ആണോ കഴിക്കാൻ? ഇപ്പൊ ചോറ് കഴിച്ചിട്ടാട്ടെ. അങ്ങനെ ജെടുക്കൂട്ടൻ സ്കൂളിൽ നിന്ന് വന്ന് ജെടുവിനെ ഒരുക്കി ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. വീടിന്റെ കീ അമ്മയിലുണ്ട്, എൻ്റെ നിനക്കെന്തോ ഇത്ര ടെൻഷൻ? ജസ്റ്റ് ഇല്ലാത്തപ്പോൾ അല്ലെങ്കിലും ജെഡു അങ്ങനെ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര റെസ്പോൺസിബിളാണ്. അങ്ങനെ ഞാനും ജെഡും കൂടെ ഒന്ന് പുറത്തിറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടും അല്ല. പിന്നെ വീട്ടിൽ കുറേ ജെഡുവിൻ്റെ പഴയ കുറേ ബുക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആക്രിക്കും അവിടെ ഇവിടെയൊക്കെ പെറുക്കി കൊടുക്കും. ഇവിടെ എന്താ ചെയ്യുന്നില്ലേ, ഇവിടെ നമുക്കത് എന്താ പറയുന്നത് റീസൈക്ലിങ്ങിന് കൊടുക്കാം. അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാനത് ജസ്റ്റ് ഇല്ലാത്തപ്പോൾ ഇതെല്ലാം പെറുക്കിക്കൊണ്ട് പോയി റീസൈക്ലിങ്ങിന് ഇട്ടേക്കാമെന്ന്. ജസ്റ്റിക്ക് ജെഡുവിൻ്റെ ഏത് സാധനമാണെങ്കിലും കളയാനായിട്ടും ഭയങ്കര വിഷമവും മടിയാണ്. പിന്നെ ബുക്സ് മാത്രമല്ലായിരുന്നു, കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലുള്ള ആക്രിയും കൂക്രിയും എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് ഞാനും ജെഡുവും കൂടെ നേരെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ ഇത് കളയുക മാത്രമല്ലായിരുന്നു ലക്ഷ്യം കേട്ടോ. ജെഡുവിനൊരു ചേഞ്ചും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ജസ്റ്റ് ഇല്ലെങ്കിൽ ജെഡുക്കൂട്ടൻ ഭയങ്കര മൂഡ് ഓഫാണ്. അവനങ്ങനെ പറയത്തൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവനെ കാണുമ്പോൾ അറിയാം. ഇത് ഇവിടുത്തെ റീസൈക്ലിംഗ് സെൻറ്റർ കേട്ടോ. നമ്മുടെ ബോട്ടിൽസിൻ്റെ അല്ലാത്ത എല്ലാം പ്ലാസ്റ്റിക്കും ടെക്സ്റ്റൈൽസും പേപ്പറും എന്താ പറയുന്നത് വുഡ്, റബ്ബർ, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് എന്താ പറയുന്നത് എല്ലാത്തിനും പ്രത്യേകം കാറ്റഗറി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ അത് റീസൈക്കിൾ ചെയ്യാൻ ഇടേണ്ടത് അവിടെ ഇടാം. നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്ന കുറേ ബുക്സ് ആയിരുന്നു ജെഡുവിൻ്റെ, അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ടു. എൻ്റെ കുഞ്ഞാ എന്നിട്ടൊരു മൂഡ് ഓഫ് വായിക്കുവാണ്. അത് തന്നെയല്ല, ഞാനും ചെടിക്കൂട്ടനും തന്നെ ജസ്റ്റ് ഇല്ലാതെ വീട്ടിലിരിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ്ങും ഭയങ്കര വിഷമവും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിക്കും ഒന്ന് പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് റിഫ്രഷ് ആയേക്കാന്ന്. ചെടിക്കൂട്ടിന് ഒരു റിഫ്രഷ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാ തവണത്തെയും പോലെ നമ്മൾ ഈ പ്രാവശ്യവും പോയത് അൽവാദാമുള്ള. ചിലപ്പോൾ കൊച്ചു പറയും കേട്ടോ വേറെ എവിടെയെങ്കിലും പോകുന്നത്. പിന്നെ ഈ ബോട്ടിൽസൊക്കെ റീസൈക്കിൾ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ അൽവാദയിൽ പോയി ചെടിക്കൂട്ടൻ ബോട്ടിൽസൊക്കെ റീസൈക്കിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഫി ഷോപ്പ് ടിം ഹോട്ടൻസിൽ പോയി. എനിക്കൊരു റിഫ്രഷ്മെൻറ്റ് വേണമല്ലോ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്കൊരു കോഫി മസ്റ്റ് അല്ലേ. ചിലപ്പോൾ കോഫി ഷോപ്പ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും കയറരുതെന്നൊക്കെ വിചാരിച്ചാലും ഉണ്ടല്ലോ, കോഫി ഷോപ്പ് കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി കള്ളുടിയന്മാർ കള്ള് ഷാപ്പ് കാണുന്നുണ്ട്. എൻ്റെ കൺട്രോളും എത്ര കൺട്രോൾ ചെയ്ത് പിടിച്ചാലും അവിടെ സമാധാനമില്ല. അപ്പം ഞാനൊരു ഡോണറ്റ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ എനിക്കൊരു ഡോണറ്റ് വാങ്ങിച്ചു. ഒരു പിസ്റ്റാച്ചോ ഡിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട്. അങ്ങനെ ഞാനും അത് കഴിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ നടന്നു. അപ്പം മിറർ കണ്ടപ്പോൾ ഞാൻ എന്നെ കുറച്ച് പകർത്തിയേക്കാന്ന്. ഷോപ്പിംഗ് സ്ഥിരം നടത്തുന്നതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അധികം ഷോപ്പിംഗ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തി നിങ്ങളെ വെറുതെ വെറുപ്പിക്കുന്നില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്തുന്ന ജെടുക്കൂട്ടിന് ഡിന്നറും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോരാന്ന്. കാരണം പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കുകയും വേണ്ട, പിന്നെ കൊച്ചിനെ കൊണ്ട് പുറത്ത് പോയതല്ലേ. അങ്ങനെ നമ്മൾ ഐക്യയിലാണ് പോയത്. അവിടുത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഐക്യയിൽ പോയിട്ട് ജെഡുവിൻ്റെ ഫേവറേറ്റ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ജെഡുവിനോട് ഹോട്ട് ഡോഗാണ് ഇഷ്ടം, ബീഫുള്ളത്. ഈ ഐക്യയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് കുഞ്ഞാ പറയുന്നതിൻ്റെ മെയിൻ റീസൺ വേറൊന്നും
ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കോംപ്ലിമെൻ്ററി പായ്ക്കായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കോളയോ പെപ്സി എന്തെങ്കിലും എടുക്കാം. അത് നമുക്ക് എന്തായാലും വേണമെങ്കിലും റീഫിൽ ചെയ്ത് കുടിക്കാം. അപ്പോൾ കോള എടുത്തിട്ട് ഇത് റീഫിൽ ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ് ആശാൻ്റെ മെയിൻ. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും ചേടും ഇങ്ങനെ കാരണം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ അൽവാദ ലുലുവിലും കയറി കേട്ടോ. കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്യാനുണ്ടായിരുന്നു. ലുലുവിൽ കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിനൊരു വല്ലാത്തൊരു മടുപ്പും ഒരു മൂഡ് ഓഫ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ലുലുവിലെ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും അൽവാദയിലെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും ജേടുക്കുട്ടനും വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.